ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുംബൈയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനു ഈ ബാലചന്ദ്രനോട് സംസാരിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും വൈജന്ന് ചോദിക്കുകയാണ്, എന്തായി മനു, നീ ബാലചന്ദ്രനോട് സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പോഴേക്കും, എൻ്റെ ആൻറ്റി ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് പോലും ഇപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല. ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും, നീ തന്നെ ഇതിലൊരു സൊല്യൂഷൻ കണ്ടെത്തണം മനു. കാരണം അലീനയെ കൊണ്ടുവന്നത് നീയാണ്. അതുകൊണ്ട് അലീന ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേ മതിയാവുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. ആൻറ്റി, ഞാൻ പറഞ്ഞല്ലോ, അങ്കിളോട് ഞാൻ സംസാരിച്ചു. പക്ഷേ ഇവിടെ നിന്ന് ആരെയൊക്കെ കൊല്ലേണ്ടി വന്നാലും അലീനയെ മാത്രം പറഞ്ഞു വിടില്ല എന്നാണ് അങ്കിൾ അവിടെ പറയുന്നത്. ഷേ, ഇങ്ങേർക്കിത് എന്തിൻ്റെതാണ്? ദേ, ഇവിടെ ഒരു വീട്ടുജോലിക്കാരിയായിട്ട് വന്നവളാണ് അലീന. അവൾക്ക് വേണ്ടി വക്കാലത്ത് പറയണം. ഇതിനെ വേറെ പേരാ പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ അനാവശ്യമായ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും മനുവാണ്, എനിക്കറിയില്ല ആൻറ്റി. പക്ഷേ എന്തോ അങ്കിളുടെ മനസ്സിനുള്ളിൽ കിടന്ന് പുകഞ്ഞ് നീറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്കിൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള കാരണം. ഞാൻ ഏതായാലും അലീനയോട് പോയി സംസാരിക്കട്ടെ, അവസാന ഒരു ശ്രമം ഞാൻ നടത്തി നോക്കട്ടെ എന്നും പറഞ്ഞ് മനു നേരെ അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷേ അടുക്കളയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അലീന അടുക്കളുടെ അവിടെ ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ കണ്ണു പൊത്തിയിരുന്ന് ഇങ്ങനെ കരയാം. അപ്പം മനുവിന് ആ ഒരു കാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മനുവിനെ വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം മനു നേരെ അങ്ങോട്ട് ചെന്നിട്ട് അലീന എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. മനുവിനെ കണ്ടപ്പോൾ തന്നെ അലീന അവിടെ നിന്ന് ചാടി എണീക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം അലീനയ്ക്ക് കൈകാലിനൊക്കെ ഒരു തളർച്ചയും വല്ലാത്തൊരു ശക്തിയില്ലായ്മയും ഒക്കെ തോന്നുകയാണ്. അലീനയ്ക്ക് അവിടെ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല, കാലൊക്കെ കുഴഞ്ഞു പോവാ. അലീന അങ്ങനെ വീഴാൻ പോകുന്ന സമയത്ത് അലീനയെ പിടിച്ചെണീപ്പിക്കുകയാണ് നമ്മുടെ മനു. അലീന, എന്തു പറ്റി അലീന? നീ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞല്ലേ, പിന്നെ നീ എന്താ ഇപ്പം പോകൂല എന്ന് പറയുന്നത്? നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോഴേക്കും മനുവേട്ട എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്, എനിക്കിവിടുന്ന് പോകാൻ സാധിക്കില്ല, ഞാനിവിടുന്ന് പോകില്ല. മനുവേട്ടൻ പറഞ്ഞാലും ശരി, ഞാനിവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. എന്താ അലീന, നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോഴേക്കും എന്നോട് ചോദിക്കണ്ട, ഞാൻ പറയില്ല. പക്ഷേ എന്നെ ഇവിടെ നിന്ന് എല്ലാവരും തല്ലിക്കൊന്നോട്ടെ, എന്നാൽ പോലും ഞാനിവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല മനുവേട്ട എന്നും പറഞ്ഞുകൊണ്ട് അലീന അവിടെ തന്നെ അങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ്. മനുവിന് ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനായിട്ട് പറ്റുമോ? മനു പിന്നീട് കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് നിന്നില്ല. മനു നേരെ പുറത്തേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ വൈജി ചോദിക്കുകയാണ്, അവൾ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോഴേക്കും, എനിക്കറിയില്ല ആൻറ്റി, ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഞാനാകെ തലപകഞ്ഞൊരവസ്ഥയിൽ നിൽക്കുകയാണ്, എനിക്കിതിൽ ഒന്നും പറയാനില്ല. അലീന ഇവിടെ നിന്ന് പോകില്ലെന്ന് തന്നെയാണ് പറയുന്നത്. എന്താ കാരണമെന്ന് ചോദിച്ചിട്ട് പോലും അലീന പറയുന്നില്ല. അങ്ങനെ അലീന ഈ മനു ആണെങ്കിൽ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുക. മുത്തശ്ശിയുടെ അടുത്ത് ചെന്നപ്പോഴേക്കും, മുത്തശ്ശി, ചില കാര്യങ്ങൾ എനിക്ക് മുത്തശ്ശിയോട് പറയാനുണ്ട്. മുത്തശ്ശി, പണ്ട് ഞങ്ങളുടെ ഒരു പഴഞ്ചൊല്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു പഴഞ്ചൊല്ലി ഞാൻ തിരിച്ചു പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ അർത്ഥം വെക്കുന്ന കുറേ പഴഞ്ചൊല്ലുകളെല്ലാം മനു പറയാം. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം എന്താ പ്രശ്നം മനു? ബാലചന്ദ്രൻ എന്താ പറയുക? ബാലചന്ദ്രൻ അലീനയെ വിലക്കി വെച്ചിരിക്കുകയാണോ? എനിക്കറിയില്ല മുത്തശ്ശി, പക്ഷേ അലീന ഇവിടെ നിന്ന് പോകില്ലെന്ന് തന്നെയാണ് പറയുന്നത്. ബാലേന്ദ്രൻ അങ്കിൾക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്നും അല്ല ബാലേന്ദ്രൻ അങ്കിൾക്ക് അറിയേണ്ടത്. പക്ഷേ അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റില്ലെന്ന് തന്നെയാണ് അങ്കിള് പറയുന്നത്. അതെന്തുകൊണ്ടാണ് മുത്തശ്ശി എന്ന് ചോദിച്ചപ്പോഴേക്കും, എന്തിനാണ് അലീന അവനോട് അനുവാദം ചോദിക്കാൻ പോകുന്നത്? അവൾക്ക് ഇറങ്ങി പൊയ്ക്കൂടെ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഞാൻ നേരത്തെ മുത്തശ്ശിയുടെ ഒരു പഴഞ്ചൊല്ലി പറഞ്ഞില്ലേ, അത് തന്നെയാണിത് എന്നും പറഞ്ഞുകൊണ്ട്, ഇതിലെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കിനി ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്ന് ഇറങ്ങി പോവാ. മനു നേരെ മനുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കാറിലിങ്ങനെ സ്തംഭിച്ചിങ്ങനെ ഇരിക്കുക. അപ്പം മനുവിൻ്റെ കാർ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ രാജീവൻ നേരെ ഇറങ്ങി വരിക. രാജീവൻ ഇളയച്ചൻ കൊച്ചച്ചൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ കമല ചോദിക്കുകയാണ്, അതെ മനു വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, എന്തായി ഏതായെന്നൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ മനു നേരെ കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. എന്തായടാ മനു, എന്തായി കാര്യങ്ങളല്ല, നീ ബാലേന്ദ്രനോട് സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പോഴേക്കും, സംസാരിച്ചു, ഒരു പ്രയോജനമില്ല, ഞാൻ അവിടെ പോയത് വെറുതെ ആയിപ്പോയി, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. അങ്കിളെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്, അലീനയെ അവിടെ നിന്ന് വിടാൻ പറ്റില്ലെന്ന് തന്നെയാണ് പറയുന്നത്. അലീന അവിടെ നിന്ന് ഇറങ്ങി പോകാനും തയ്യാറല്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാജീവൻ സംസാരിക്കുകയാണ്, ബാലേന്ദ്രൻ
അലീനയെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയായിരിക്കും അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഭീഷണിപ്പെടുത്തുകയോ എന്തോ എന്താന്നറിയില്ല. പക്ഷേ അങ്കിളോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. അങ്കിളുടെ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ തെറ്റുകാരൻ അങ്കിളല്ല, അലീനയല്ല, പിന്നെ ആരാടാ? വൈജയോ? വൈജയാണോ തെറ്റുകാരി? ഒരു വീട്ടുജോലിക്കാര്. അവൾക്ക് അവളവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ന്യായങ്ങൾ പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്നു. അതിന് ഭാര്യയുടെ ഒപ്പം കൂട്ടു നിൽക്കാതെ ഭാര്യയെ പുച്ഛിച്ച് തള്ളിച്ചുകൊണ്ട് ഇവിടെ അലീനയ്ക്ക് വേണ്ടി കൂട്ടു നിൽക്കുകയാണ് ബാലചന്ദ്രൻ ചെയ്യുന്നത്. ഇതാണോ നിന്റെ ശരി എന്നൊക്കെ മനുവിനോട് ചോദിക്കണം. എനിക്കറിയില്ല അങ്ങളെ, പക്ഷേ എല്ലാ സത്യങ്ങളും അറിയാവുന്ന ഒരാളുണ്ട്. അത് ദേ കൊച്ചച്ഛൻ്റെ ചേട്ടൻ തന്നെയാണ്. ആ ചേട്ടന് എന്തൊക്കെയോ സത്യങ്ങൾ അറിയാം. ഏതായാലും അവിടെ പോയി ചോദിക്ക് സത്യങ്ങൾ എന്താണെന്ന്. അപ്പം പറയുമായിരിക്കും. വല്യച്ഛനും അലീനയല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ? ഇതിൻ്റെ മൂലധനം എവിടെയാണെന്ന് ആദ്യം അന്വേഷിക്കുക. എന്നിട്ട് അലീനയെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക്. അതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ രാജീവൻ അഹങ്കാരം കാണിക്കുകയാണ്. ഏതാ നല്ലത്, ഏതാണ് ചെയ്തതെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. എനിക്കറിയാം എങ്ങനെയാണ് അവൾ അവിടെ നിന്ന് ഇറക്കേണ്ടതെന്ന്. അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കണ മനു. ഞാൻ പറയാനുള്ള പറഞ്ഞങ്ങളെ, ഇനിയെല്ലാം അങ്കിളുടെ ഇഷ്ടം. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ആ വീട് ബാലചന്ദ്രൻ അങ്കിളുടെ വീടാണ്. കൊച്ചച്ഛൻ്റെ വീടല്ല. അതും കൂടി ആലോചിച്ചിട്ട് വേണം പോകാൻ. എടാ, നീ എന്നെ കൂടുതൽ ആലോചിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്ന് പോവാ. ഇവനോടൊക്കെ എന്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്ന് മനുവിനും മനസ്സിലായി. അങ്ങനെ നമ്മുടെ അലീനയെ കാണിക്കുകയാണ്. അലീനയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമല്ലോ. അലീന അവിടെ തന്നെ അടുക്കളയിൽ തന്നെ ഇങ്ങനെ കുത്തിക്കൊണ്ട് പച്ചവെള്ളം പോലും കുടിക്കാത്തൊരവസ്ഥയിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് ബാലചന്ദ്രൻ്റെ ആ കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് പോണ്ട എന്നൊരവസ്ഥ. പക്ഷെ പോയില്ലെങ്കിൽ ബാലേന്ദ്രൻ സാറ് എന്തെങ്കിലും പറയോ, ഇനി എല്ലാ സത്യങ്ങളും തുറന്നു പറയോ എന്നൊക്കെ പേടിച്ചിട്ട് നമ്മുടെ അലീന അവിടെ നിന്ന് പതിയെ എണീക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ എണീക്കുമ്പോഴും കാലൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോകുന്നുണ്ട്, എണീക്കാൻ പറ്റുന്നില്ല. അവിടെ വീണ് പോവുകയാണ്. കാലൊക്കെ തളർന്നൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോഴും ബാലചന്ദ്രൻ കൂടുതലായിട്ട് കോളിംഗ് ബെല്ല് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. സമയത്ത് എങ്ങനെയെങ്കിലും പോയേ മതിയാവുള്ളൂ എന്ന് ചിന്തിച്ച് അലീന അവിടെ നിന്ന് എഴഞ്ഞ് പതിയെ അങ്ങോട്ട് എണീറ്റ് പതിയെ നടന്ന് ഹാളിൻ്റെ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ അതാ വരുന്നു വൈജ. അപ്പോൾ വൈജ ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാ പോകുന്നതെന്ന്. ബാലേന്ദ്രൻ സാറ് വിളിച്ചു, ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറയുകയാണ്. വേണ്ട, നീ അവിടെ നിൽക്ക്, നീ പോകാൻ വരട്ടെ. നീ ആദ്യം എന്തുകൊണ്ട് ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. നിനക്ക് എന്താ പറ്റിയത്? നീ സത്യം പറയുന്നോട്. ബാലചന്ദ്രൻ നിന്നോട് എന്താ സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും, മേഡം എനിക്കിവിടെ നിന്ന് പോകാൻ പറ്റില്ല മേഡം. ഞാൻ ഈ കുടുംബത്തിൻ്റെ നന്മ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. എന്നോട് ഇവിടെ നിന്ന് പോകണ്ട എന്നാണ് ബാലേന്ദ്രൻ സാറ് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതാ ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ടാണ് നിന്നോട് അങ്ങനെ പറയാനുള്ള കാരണം? അത് മാത്രമല്ല നീ ഇവിടെ നിന്ന് പോകാതിരിക്കാനുള്ള കാരണം. പക്ഷേ വേറെന്തോ കൂടിയുണ്ട്. ബാലചന്ദ്രൻ അത് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് അറിഞ്ഞാൽ മതിയാവുള്ളൂ. സോറി മേഡം, എന്നോട് വേറെ ഒന്നും ചോദിക്കരുത്. എനിക്കത് പറയാനായിട്ട് പറ്റില്ല. എനിക്കിപ്പോൾ ഇത്രയും പറയാൻ പറ്റുള്ളൂ മേഡം എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ്. പൊന്നും മോളെ, നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടും. ഏത് ബാലചന്ദ്രൻ പറഞ്ഞാലും നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വിടുക തന്നെ ചെയ്യും. ഞാൻ എന്തൊക്കെ എതിർത്താലും ശരി, ഈ വൈജിയുടെ സ്വഭാവം നിനക്കറിയില്ല മോളെ. അതുകൊണ്ട് നീ കൂടുതൽ ഇവിടെ നിൽക്കാനായിട്ട് നോക്കണ്ട. വീണ്ടും ബെല്ലടിക്കുകയാണ്. ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് കയറി പോകാൻ വല്ലാത്ത ബുദ്ധിമുട്ട്. അപ്പോൾ ബാലചന്ദ്രൻ നേരെ ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കണം. അലീന, എത്ര നേരമായി ഞാൻ കോളിംഗ് ബെല്ലടിക്കുന്നു. എന്താ ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? എന്താ വരാൻ ഇത്ര താമസം എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ ഭയങ്കര കടിപ്പിച്ചിങ്ങനെ ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഈ വൈജ അവിടെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അലീനയെ വിളിക്കുന്നതെന്ന്, എന്തിനാണ് വിളിച്ച് കൂകുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അതൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല. ഞാനിവിടെ കോളിംഗ് ബെല്ല് വെച്ചിരിക്കുന്നത് അലീനയ്ക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് അലീന വന്നാൽ മതി. അലീന, ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് എന്ന് അലീനയോട് ആവർത്തിച്ച് പറഞ്ഞപ്പോഴേക്കും പിന്നീട് വൈജയുടെ വാക്ക് പോലും കേൾക്കാതെ ഈ അലീന നേരെ മുന്നോട്ട് നടക്കുകയാണ്. കാരണം ഇനി വൈജയുടെ വാക്കൊന്നും കേട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ബാലചന്ദ്രൻ എന്താണോ പറയേണ്ടത്
ആ വാക്ക് മാത്രം കേട്ടാൽ മതി എന്നാണ് നമ്മുടെ അലീനയ്ക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. അങ്ങനെ അലീന നേരെ മേളെ കയറി പോവുകയാണ്. വൈജ അവിടെ നോക്കൂത്തിയെ പോലെ നിന്നൊരവസ്ഥയും. അപ്പോൾ ഇനി നാളെ കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയാണ്. ഇനിയിപ്പോൾ വൈജ സത്യങ്ങൾ അറിയോ, ഏതൊക്കെയാണ് നമുക്കിനി അറിയാൻ കിടക്കുന്നത്. പക്ഷെ കഥയുടെ പോക്ക് ഒരു അടിപൊളി പോക്ക് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.